ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാക്കർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ബസ് സിമുലേറ്റർ കേരള ഗെയിമുമായിട്ടാണ്. പക്ഷേ ഇത് പഴയ ഗെയിമല്ല, ഇറ്റ്സ് അപ്ഡേറ്റഡ് വെർഷൻ. ഇതിപ്പോൾ താഴെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. അത് പോയി. ഗൈസ്, ഇപ്പോൾ അതിലതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇതാണ് നമ്മുടെ വണ്ടി. സത്യം പറഞ്ഞാൽ ഇതല്ല നമ്മുടെ ഫസ്റ്റ് സ്കിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്കിൻ മറ്റേത് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് ഇത് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ എടുക്കാൻ പറ്റും. വേണം ലിമിറ്റഡ് എടുക്കണം, 750 രൂപ. ഇപ്പോൾ എൻ്റെ പൈസ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള വണ്ടി നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. സൂപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്ത് ഓടിക്കാവുന്നതാണ്. അധികം താമസിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഗെയിമിലോട്ട് പോകാം. ഗെയിമിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ കണ്ടവർക്കും ഇത് പഴയ ഗെയിമല്ലേ എന്നൊക്കെ ഓർക്കും. പക്ഷേ ഇത് അപ്ഡേറ്റഡ് വെർഷനാണ്. പൊളിയാണ്. ഞാൻ കളിച്ചു നോക്കണം. ഇതാണ് നമ്മുടെ ട്രിപ്പ്. സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ. ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മുന്നേ ഭാഗ്യം, ലിമിറ്റഡ് കിട്ടിയ ഭാഗ്യം. ഇല്ല, ഓടി നമ്മൾ സ്റ്റോപ്പ് നിർത്തി ചവിട്ടി ഒരു വഴിയാണ്. ഓക്കെ, നോക്കാലും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കന്നി ഓട്ടമാണ്. ട്രിപ്പ് എങ്ങോട്ടാണ് എന്ന് പറഞ്ഞല്ലോ. കുഴപ്പമില്ല, ഞാൻ സ്റ്റാൻഡിൽ കയറ്റി ഇട്ടാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ എന്ന് പറഞ്ഞില്ല. ഏഞ്ചൽ അല്ലേ, ആണ്ടോ രണ്ട് സൈഡിലും ചെറാക്കെ. കുഴപ്പമില്ല. വണ്ടി തീയാണ്. ഇറക്കാൻ പറ്റത്തില്ല. നമ്മുടെ മാപ്പ് ബൗണ്ടറിയിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണിത്. അതിൻ്റെ നടുക്ക് 10 കൊല്ലത്തിന് ശേഷമുള്ളൊരു ഗെയിമാക്കിയാണ് ഇവർ ഇറക്കിയത്. കൊണ്ട് തന്നെ പുതിയ കുറേ കെട്ടിടങ്ങളും ഏറ്റവും പുതിയതായിട്ട് ബസ് സ്റ്റാൻഡൊക്കെയാണ് അവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് പറയാനാണ് വികസനം പോയി. 10 കൊല്ലത്തിന് ശേഷം ഇവിടെ ആരായിരിക്കും ഗേസ്? നമ്മളിപ്പോൾ ഈ ബസ് ഓടിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ മുഖ്യമന്ത്രി ആരാന്ന് അറിയുമായിരുന്നെങ്കിൽ മാറിയിട്ട് സ്വീകരിക്കാൻ. കാര്യം ഇത്രയും വികസനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊണ്ടുവന്ന ആ മുഖ്യമന്ത്രിക്ക് നമ്മൾ പൂമാലയിട്ട് സ്വീകരണം കൊടുക്കേണ്ടതാണ്. ഈ ഒരു ചെറിയൊരു ലാഗിങ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ലാഗിങ് ഇല്ല എന്നുള്ള പെട്ടെന്ന് ലാഗിങ്ങൊക്കെ ലിമിറ്റഡ് സ്റ്റോപ്പ് ആയിരുന്നുണ്ടായിരിക്കും. ലിമിറ്റഡ് സ്റ്റോപ്പ് ഇച്ചിരി കൂടിയ വെർഷനാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ ഇതിന് മാപ്പുണ്ട്. പക്ഷേ മാപ്പിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കൊടുക്കാം. പക്ഷേ ഇതുണ്ടോ വെയിറ്റ് എന്ന് എഴുതി കാണിക്കുന്നത്, കാരണം ആൾക്കാർ കയറാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഈ ആൾക്കാരെ കയറ്റുന്നതിൻ്റെ ഉപയോഗം എന്താണ്. പിന്നെ ആ സ്കിന്ന് മാറ്റിയപ്പോൾ പൈസ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അത് ഈ ഗെയിമിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഒരു പൈസയല്ലോ, സ്കിന്ന് എടുക്കാനുള്ള പൈസ. അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പറപ്പിച്ച് വിട്ടോളാം ഗേസ്. ചെറിയ ലാഭമുണ്ട് ഗേസ്. ഈ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് വണ്ടിയുടെ മണ്ടകെ കയറിയിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടില്ല, അതാണ് ഞാൻ പൈസ കൊടുത്തത്. ഇനി നമുക്ക് എടുത്ത് വെക്കാമെന്നല്ലോ. ഇതേപോലെ അടിക്കടി സ്റ്റോപ്പിലാണുള്ളത്. യസ്മിനി, നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഡോറ് തുറന്നിടുന്നതായിരിക്കും നല്ലത്. പക്ഷെ മെയിൻ റോഡാണ്. MVD മാമന്മാരെ പറന്നും നമുക്ക് ഇട്ടടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കണ്ടവിടെ കഴിഞ്ഞ ദിവസം ഒരു KSRTC ഇവിടെ ഡോറില്ലാതെ പോകുന്നത്. നമ്മൾ പോകുമ്പോൾ ഡോർ തുറന്നിട്ടിട്ട് പോയ കുറ്റമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ് വോയിസ്. വണ്ടി ഞങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊളിയാണ്. നല്ല സ്മൂത്ത് ഇതൊക്കെയാണ്. എന്താണെന്നറിയില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ മാത്രം ഈ ലാഗിങ്. ഞാൻ സ്മൂത്തായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്കത് മൈക്രോഫോൺ ഓഡിയോ ഇടുന്നതിൻ്റെ കാര്യം. മൈക്രോഫോൺ ഓഡിയോ ഇടാതെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ടെസ്റ്റിനെടുത്ത് നോക്കി. അപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ പേര് CSK അല്ല, BSK ആണ്. എനിക്കത് ഈ സൈഡിൽ നോക്കിയാൽ കാണാം. ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞില്ല. ഒന്നാമത്തെ ഊഹത്തിലാണ് ഞാൻ ഇപ്പോൾ പറയുന്നതെന്നൊക്കെ. അപ്പോൾ ആ ഊഹം ശരിയാണ്. BSK ആണ് വണ്ടി. പക്ഷെ നമ്മുടെ ഫസ്റ്റ് സ്കിന്നെ അത് എഴുതി കാണിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. അതൊക്കെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. 4 സൈഡിൽ
സ്പീഡിൽ വരുന്നുണ്ട്. ഫ്രണ്ടി ബി അത് സി ആയിട്ടും ജി ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. വേണ്ട ഗൈസ്, ഒരു എർട്ടികക്കാരൻ കണ്ടു കളിക്കുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോർ വ്യൂ ഇഷ്ടമില്ലാത്തതാണ്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഔട്ട്ഡോർ എടുത്തു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വണ്ടി, വണ്ടിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ബസ് ഡ്രൈവറിൻ്റെ കാണിച്ചെന്ന് പറഞ്ഞാൽ ബസ് ഡ്രൈവറിൻ്റെ തൊട്ടടുത്തിരുന്ന് വണ്ടി ഓടിച്ച് കളിക്കാനുള്ള പിള്ളേർക്കുള്ള സീറ്റാണ്. ഇങ്ങനെ അടിക്കടി സ്റ്റാൻഡുകളുണ്ട്, അതുകൊണ്ട് അടിക്കടി പൈസ കയറിപ്പോഴും. പൈസ എത്രയാണെന്നൊക്കെ നമുക്ക് ഞാൻ ഗെയിം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ട്രിപ്പ് ഇത് എനിക്ക് തോന്നുന്നത് മൂവാറ്റുപുഴ കോതമംഗലം അതോ തൊടുപുഴ, എനിക്ക് തോന്നുന്നു പെരുമ്പാവൂർ കോതമംഗലം അല്ല. അതെ, ഇത് മൂവാറ്റുപുഴ കോതമംഗലമാണ്. ഇവിടെ ഉണ്ട് ഈ ട്രാഫിക് സിഗ്നലുകൾ. ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ കോതമംഗലമുണ്ട്. നമുക്ക് ഈ മാപ്പ് കാണുമ്പോൾ അറിയാം. വേറെ പെരുമ്പാവൂരോട്ടൊക്കെ ട്രിപ്പ് ഉള്ളതാണ്. അപ്പോൾ ഇതും ഒക്കെ നല്ല ഗെയിമാണ്. പിന്നെ ഈ സ്ഥലപ്പേര് ഞാൻ പറഞ്ഞ ഗെയിമിൻ്റെ തുടക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ മാപ്പ് എന്തായാലും മാപ്പിൽ ഓടിക്കില്ല. ഇഷ്ടമുള്ളത് ഓടിക്കാം. പക്ഷേ ഈ സ്കിന്നിന് പൈസ കിട്ടണമെങ്കിൽ അത് ഞാൻ അവസാനം കാണിച്ചു തരാം. സ്കിന്നിനുള്ള പൈസ കിട്ടണമെങ്കിൽ ഈ മാപ്പിൽ കൂടെ ഓടിച്ച് ഇതുവരെ കയറി എന്ന് പറഞ്ഞാൽ ഏത് വഴി പോയാലും ഈ സ്റ്റോപ്പ് കിട്ടണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഒന്ന് നിർത്തി ഒരു പച്ച സാധനത്തിലാണ് പോകുന്നത്, അതേപോലെയുള്ള സ്റ്റോപ്പുകളിൽ നിർത്തിയിട്ട് കാര്യമുണ്ട്. അങ്ങനെ മാപ്പ് അനുസരിച്ച് രസത്തിന് ഓടിക്കുന്നവർക്ക് രസത്തിന് ഓടിക്കാൻ നമ്മളൊരു വീഡിയോ ഇടുന്നതുകൊണ്ടാണ്. അങ്ങനത്തെ തവണ മാപ്പും പൈസ ഒന്നും നോക്കാറില്ല, ഞാൻ ഓടിച്ച് പോകത്തേ ഉള്ളൂ. ഇഷ്ടമുള്ള റൂട്ടി കൂടെ ഏകദേശം ഇത് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ കൂടെയാണ് നമ്മൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ എറണാകുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒറിജിനൽ എറണാകുളം എന്ന് പറഞ്ഞാൽ വമ്പൻ കെട്ടിടങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് 1990 99 എറണാകുളം ഉണ്ടല്ലേ, പച്ചപ്പ്. ഇടയ്ക്കിടയ്ക്ക് കുറേ കുടിൽ വീടുകളൊക്കെ ഉണ്ട്. ഇത് ഗ്രാഫിക്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷം 1 പോലെ ഗ്രാഫിക്സ് എനിക്ക് തോന്നുന്നു ഇതിന് ഇച്ചിരി ക്ലാരിറ്റി ഉണ്ട് അതിനേക്കാളും. പക്ഷെ എൻവയോൺമെൻറ്റൊക്കെ വെർഷൻ 1 പോലെയൊക്കെ തന്നെയാണ്. വീടുകളിലാണെങ്കിലും വെർഷൻ 1 പോലെയാണ്. പക്ഷേ കളറിന് വ്യത്യാസം, അടിക്കടി വീടുകളും പിന്നെ നമ്മുടെ ഗ്യാരേജിൻ്റെ അവിടെയാണെങ്കിലും. അപ്പോൾ ഞാനത് സ്റ്റാൻഡിൽ കൊണ്ട് ഇട്ടുകൊണ്ടാണ് സ്റ്റാൻഡിൽ തുടങ്ങിയത്. ഞാൻ നോക്കാം ചേച്ചി അടുത്ത നമ്മുടെ വീഡിയോയിൽ ഗ്യാരേജിൽ നിൽക്കാം. നമ്മുടെ ഗ്യാരേജിൽ